രാഹുൽ ഗാന്ധി പിന്മാറിയാൽ വയനാട്ടിൽ മത്സരിക്കാൻ കോൺഗ്രസിനുള്ളിൽ നേതാക്കളുടെ മത്സരം. ഇന്ത്യ മുന്നണിയിൽ സമ്മർദ്ദം ശക്തമായാൽ രാഹുൽ മാറി നിൽക്കുമെന്ന ചർച്ച സജീവമാണ്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ പകരക്കാരുടെ പേരുകളും ചർച്ചയിലുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന് CPI ആവർത്തിച്ചാവശ്യപ്പെടുന്നു. ഇന്ത്യ മുന്നണിയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. മുന്നണി മര്യാദ മാനിച്ച് രാഹുൽ മാറി നിൽക്കുന്നതിനെക്കുറിച്ച് AICC നേതൃത്വം കാര്യമായി ആലോചിക്കുന്നുണ്ട്. വയനാട്ടിൽ മത്സരിച്ചാൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തിരിച്ചടിയും കോൺഗ്രസിൽ പുനരാലോചനയ്ക്ക് കാരണമായി. രാഹുൽ വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ BJP അത് പ്രചാരണായുധമാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് പകരക്കാരനെക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാകുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാൽ രാഹുലിന് പകരം മറ്റൊരാളെ കോൺഗ്രസ് ആലോചിക്കില്ല. കെ.സിയും കളത്തിലില്ലെങ്കിൽ മാത്രമേ പ്രാദേശിക നേതാക്കൾക്ക് വയനാട്ടിൽ സാധ്യതയുള്ളൂ. വടകരയിൽ കെ. മുരളീധരൻ തുടർന്നാൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് വയനാട്ടിൽ താൽപര്യമുണ്ട്. മുല്ലപ്പള്ളിക്ക് വടകര കൊടുത്ത് വയനാട്ടിലേക്ക് മാറാൻ കെ. മുരളീധരനും തയ്യാർ. വയനാട്ടിൽ NCP ടിക്കറ്റിൽ വോട്ട് പിടിച്ച ചരിത്രം കെ. മുരളീധരനുണ്ട്. മാനന്തവാടി ഉൾപ്പെടുന്ന പഴയ കണ്ണൂരിൽ മുല്ലപ്പള്ളിക്കും ജയിച്ച ചരിത്രം. വടകരയുടെ അങ്കത്തട്ടിലും ഇരുവരും പയറ്റിത്തെളിഞ്ഞവർ. മൂന്നാം സീറ്റിനായി ലീഗ് മുറവിളി കൂട്ടുമ്പോൾ നഷ്ടപ്പെടുന്നത് വടകരയോ വയനാടോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. മണ്ഡലത്തിന്റെയും പാർട്ടിയുടെയും സാമുദായിക പരിഗണനകൾ വെച്ച് MM ഹസനും ആര്യാടൻ ചൗക്കത്തിനും വയനാട്ടിൽ അവകാശവാദമുണ്ട്. രാഹുൽ ഗാന്ധി പിന്മാറിയെന്ന പ്രഖ്യാപനം വന്നാൽ അന്തഃപുര ചർച്ചകൾ പരസ്യമാകും. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഒരു പകരക്കാരനെ കണ്ടെത്തുക കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഉറച്ച സീറ്റ് എന്ന മട്ടിൽ ആർക്കു വേണമെങ്കിലും കോൺഗ്രസിന് ഇഷ്ടദാനമായി കൊടുക്കാൻ പറ്റിയ സീറ്റാണ് വയനാട്. റിപ്പോർട്ടർ VS രഞ്ജിത്ത് ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.